നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു രീതിയിൽ മന്ത്രമോ തന്ത്രമോ ഒരു മായാജാലവും ഇല്ലാതെ ഇങ്ങനെ സിമ്പിളായി ഒരാളെ വശം ചെയ്ത് പിണങ്ങിപ്പോയ ആളുകളെ എങ്ങനെ വശം ചെയ്ത് എടുക്കാം എന്നുള്ളതാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരു കാര്യം തുടക്കത്തിൽ പറയുകയാണ്, അതീവ ശക്തിയേറിയ ഒരു പ്രക്രിയയാണിത്. അതുകൊണ്ട് മോശപ്പെട്ട കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതെ നല്ല കാര്യങ്ങൾ ഉപയോഗിക്കും എന്ന ഓർമ്മപ്പെടുത്തലോടെ തുടങ്ങുവാണ്. എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഞാനോ എൻ്റെ ചാനലോ യാതൊരു രീതിയിലും ഏറ്റെടുക്കുന്നതല്ല എന്നറിയിച്ചു വീഡിയോ തുടങ്ങുകയാണ്. ഏത് മതത്തിൽപ്പെട്ട ആളുകൾക്കും ഇത് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഗൃഹത്തിലിരുന്നുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം ചെയ്യാവുന്നതാണ്. ആർക്കൊക്കെ ഈ വിഷം ചെയ്ത പ്രയോജനം ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിരിഞ്ഞ് ഭാര്യ ഭർത്താക്കന്മാർ, അവരുടെ വഴക്കിട്ട് കുടുംബം മാറി താമസിക്കുന്ന മക്കൾ, അമ്മമാർ, മാതാപിതാക്കൾ, ചേട്ടനിയന്മാർ എന്നിവർക്കാണ് ഈ വിഷം പ്രയോഗിക്കാൻ പറ്റുന്നത്. പിന്നെ പിണങ്ങിപ്പോയ കാമുകിമാർ ചൊവ്വാഴ്ച ദിനത്തിൽ വേണം നിങ്ങൾ ഈ ചെയ്യുന്നത് അത്യുത്തമമാണ്. ചൊവ്വാഴ്ച മുതൽ തുടർച്ചയായി 7 ദിവസങ്ങളിൽ നിങ്ങൾ ഈ കർമ്മം ചെയ്യേണ്ടതാണ്. ഈ കർമ്മം ചെയ്യുമ്പോൾ ഏതെങ്കിലും ദിവസത്തിൽ തടസ്സം നേരിട്ടാൽ നേരിടാൻ പാടുള്ളതല്ല. ചൊവ്വാഴ്ച നിങ്ങൾ ഈ കർമ്മം ചെയ്ത് തുടങ്ങുക. ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കൾ എന്നീ ദിവസങ്ങളിലാണ് ഈ കർമ്മം ചെയ്യേണ്ടത്. കർമ്മം എപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ പ്രഭാതത്തിന് മുമ്പുള്ള 4-നും 6 മണിക്കും ഇടയിലുള്ള വെളുപ്പാങ്കാലം, അന്നേരം ചെയ്യുന്നതാണ് അത്യുത്തമം. അതിനുശേഷം സൂര്യാസ്തമയത്തിന് ശേഷം 7-നും 11-നും മധ്യയുള്ള മുഹൂർത്തത്തിലും നിങ്ങൾക്ക് ഈ കർമ്മം ചെയ്യാവുന്നതാണ്. ഈ പറഞ്ഞ സമയങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഈ കർമ്മം ചെയ്യാൻ തിരഞ്ഞെടുത്താൽ മതിയാകും. തിരഞ്ഞെടുത്ത ആ സമയത്ത് സ്ഥിരമായിട്ട് ചെയ്യണം. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ഇന്നത്തെ ഈ വശം ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഗ്രാമ്പുവാണ്. ഗ്രാമ്പ് ഉപയോഗിച്ചാണ് നമ്മൾ വശ്യകർമ്മം ചെയ്യുന്നത്. 7 ഗ്രാമ്പ് ഈ കർമ്മം ചെയ്യാൻ ആവശ്യമാണ്. ഗ്രാമ്പ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇല്ലാത്ത ഗ്രാമ്പ് വേണം നമ്മളത് ഉപയോഗിക്കാൻ. നമ്മൾ 7 ഗ്രാമ്പ് എടുക്കുമ്പോൾ മുട്ടയോടുകൂടിയുള്ള ഗ്രാമ്പ് എടുക്കാൻ ശ്രദ്ധിക്കുക. 7 ദിവസം നീക്കണം. കർമ്മം മുടങ്ങാതെ ചെയ്യണം എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ 7 ഗ്രാമ്പ് നമുക്ക് ആവശ്യമാണ്. തലേദിവസം ഉപയോഗിച്ച ഗ്രാമ്പ് പിന്നീട് ഉപയോഗിക്കാൻ പാടില്ല. അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. ഇനി എങ്ങനെയാണ് ഈ കർമ്മം നോക്കാം. ഈ കർമ്മം ചെയ്യുന്നതിന് വേണ്ടി വെളുത്തൊരു ഷീറ്റ് പേപ്പർ നമുക്ക് ആവശ്യമാണ്. ആ ഷീറ്റ് തന്നെ വേണമെന്നില്ല, നോട്ട്ബുക്കിൻ്റെ ഒരു പേജായാലും കുഴപ്പമില്ല. യാതൊരു പേപ്പറും എടുക്കുന്നത് വെള്ള നിറത്തിൽ മാത്രം ഉള്ള പേപ്പറായിരിക്കണം. വൈറ്റ് പേപ്പറായിരിക്കണം. അതിൽ ഒരു വരയോ കുറിയോ ഒന്നും പാടില്ല. പേപ്പർ എടുത്തതിന് ശേഷം നിങ്ങൾ ആരെയാണോ വശം ചെയ്യുന്നത്, പണത്തെയാണോ വ്യക്തിനെയാണോ അതോ തൊഴിലാണോ, ആ ഒരു പേര് എഴുതി വയ്ക്കുക പേപ്പറിൽ. പ്രാപത്തിലേക്ക്
വ്യക്തിയുടെ പേര് 7 തവണ താഴെ താഴെ എഴുതുക. താഴെ താഴെ വേണം എഴുതാൻ. ഒരു വ്യക്തി ഏത് പേരിലാണ് കൂടുതൽ അറിയപ്പെടുന്നത്, അത് നിങ്ങൾക്ക് ഏത് പേരിലാണ് അറിയാവുന്നത്, ആ ഒരു പേരിൽ വേണം നിങ്ങൾ ആ പേപ്പറിൽ എഴുതാൻ. 7 തവണ. ഈ ഒരു കർമ്മം ചെയ്യുന്ന നേരത്ത് വടക്ക് ദിശയിലേക്ക് നമ്മുടെ ഫേസ് രീതിയിൽ വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. കിഴക്ക് ദിശയിലും ഇരിക്കാം. വടക്ക് ദിശ വശകർമ്മം ശ്രേഷ്ഠമായ ഒരു ദിശയാണെന്ന് പറയപ്പെടുന്നത്. നമ്മുടെ അടുത്ത് ഒരു മേശമേലോ അല്ലെങ്കിൽ ചെറിയൊരു ഡെസ്കിന്മേലോ നമുക്ക് ഈ പേപ്പർ വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ മുൻപ് വെച്ചിട്ട് ഗ്രാമ്പു നിങ്ങൾ ഇടത് കൈ കൊണ്ട് എടുക്കുക. അതിനുശേഷം ഓരോ ഗ്രാമ്പു എടുത്ത് ക്ലോക്ക് വൈസ്, അതായത് പ്രശ്ന രീതിയിൽ അതിലേക്ക് ഒരു ഗ്രാമ്പ് കൊണ്ടുവന്ന് 3 തവണ ചുറ്റുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒഴിയുക എന്നുള്ളതാണ്. എന്നാലൊക്കെ നമ്മൾ ആവശ്യം എന്താണ്, ആ വ്യക്തിയുടെയോ ഈ കാര്യം എന്താണ്, പേര് മനസ്സിലോർക്കണം. ഓർത്ത് വേണം ഈ ഒഴിയാൻ. ആരെയാണോ വശം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വ്യക്തി എനിക്ക് പൂർണ്ണ വശം എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വേണം ഇത് 3 തവണ തലയ്ക്ക് ഒഴിയാൻ. ഒരു ഗ്രാമ്പ് പിടിക്കുന്നതിന് ഒരു ക്രമം ഉണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ, കാമുകന്മാർ ആണെങ്കിൽ മുതിര വിരല് തള്ളവിരല് പിടിച്ചാണ് ഇത് പോലെ നമ്മൾ ചുറ്റിക്കുന്നത്. കാമുകന്മാർ ഒഴികെയുള്ള മറ്റാരെയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചൂണ്ട് വേണം നമ്മൾ ഒഴിയാൻ. ചേർത്ത് പിടിച്ച് വേണം ഒഴിയാൻ. ഒരു വട്ടം ചുറ്റിക്കുമ്പോൾ ആ വ്യക്തി എനിക്ക് പൂർണ്ണവശം ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ വേണം ചുറ്റിക്കാൻ. 7 ഗ്രാമ്പ് ഞാൻ പറഞ്ഞ് ചുറ്റിച്ചതിന് ശേഷം 7 തവണ നിങ്ങൾ പേരെഴുതിയില്ലേ, ഓരോ ഗ്രാമ്പും അതായത് പേരിൻ്റെ മുകളിൽ വയ്ക്കുക. പേപ്പറിൽ ഗ്രാമ്പ് പൊതിഞ്ഞെടുക്കുക. ആ പേപ്പർ കൊണ്ട് തന്നെ വെച്ചേക്കണ ഗ്രാമ്പ് നിങ്ങൾ പൊതിഞ്ഞെടുക്കുക. ചെറിയൊരു പേപ്പറിൽ പൊതിഞ്ഞെടുക്കുക. എഴുതിക്കണ പേപ്പർ ആയാലും കുഴപ്പമില്ല. ചെറിയ ബോക്സ് എടുക്കുക. ഏത് ബോക്സ് ആയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇത് ഇട്ട് വയ്ക്കാം. 7 ദിവസം ഇതുപോലെ തന്നെ ചെയ്യുക. ഒരു പെട്ടിയിൽ 7 പേപ്പറിൽ 7 തവണ പേരെഴുതി 7 ഗ്രാമ്പു നേരത്തെ പറഞ്ഞാൽ ചുറ്റിച്ച് 7 ദിവസം പൊതിഞ്ഞിട്ട് ഒരു പെട്ടിക്കുള്ളിൽ വയ്ക്കുക. ഒരു പെട്ടിക്കുള്ളിൽ തന്നെ വേണം 7 കർമ്മം ചെയ്ത പേപ്പർ വയ്ക്കാം. തിങ്കളാഴ്ച ഇത് പൂർത്തിയാകുമല്ലേ. നിങ്ങളുടെ ബോക്സിൽ 7 കർമ്മമുണ്ട്. തിങ്കളാഴ്ച ഇത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ കർമ്മം ചെയ്ത പേപ്പർ, ഗ്രാമ്പു എന്നിവയെടുത്ത് 3 ദിവസം കഴിഞ്ഞ് ഞങ്ങൾക്കിത് തീയിൽ ഇരിച്ച് കളയാവുന്നതാണ്. തിങ്കൾ കഴിഞ്ഞ് അവസാനിച്ച് കഴിഞ്ഞാൽ ചൊവ്വ ബുധൻ വ്യാഴാഴ്ച നിങ്ങൾക്ക് ഇത് തീയിൽ ഇരിച്ച് കളയാവുന്നതാണ്. ഈ ഗ്രാമ്പും പേപ്പറും ഒക്കെ എരിച്ച് കളഞ്ഞ യാതൊരൊന്നും ചെയ്യേണ്ട. അത് കഴിഞ്ഞ് ഇത് 11 മണിക്കും 7 മണിക്കും ഗ്രാമമുഹൂർത്തത്തിൽ തന്നെ ഇരിച്ചു കളയാവുന്നതാണ്. ഗ്രാമമുഹൂർത്തത്തിലാണെന്ന് ഉണ്ടെങ്കിൽ കൈകാലുകൾ കഴുകി ക്ഷേത്രത്തിൽ പോയി ഗന്ധശുദ്ധി വരുത്തി, ക്ഷേത്രത്തിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല,
നിങ്ങൾക്ക് ഈ കർമ്മങ്ങൾ ചെയ്യാവുന്നതാണ്. രാത്രി നിങ്ങൾ എന്തെങ്കിലും അശുദ്ധി നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുളിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഈ കർമ്മം ചെയ്യുക. ഗ്രഹത്തിനകത്തോ അകത്തോ വെച്ച് എരിച്ചു കളയുന്നതാണ്. നിങ്ങൾ ഈ കർമ്മം ചെയ്യുന്നതിന് 1 ദിവസമോ 2 ദിവസമൊക്കെ മത്സ്യമാംസം കഴിച്ചു നടത്തി യാതൊരു വിഷയമില്ല. ഗ്രഹത്തിൽ ഉള്ള ആളുകൾ അറിഞ്ഞാലും കുഴപ്പമില്ല. ഗ്രഹത്തിന് പുറത്തുള്ളവർ നിങ്ങൾ ഈ കർമ്മം ചെയ്യേണ്ടതെന്ന് യാതൊരു കാരണവശാലും അറിയരുത്. ഈ കർമ്മത്തിനിടയിൽ നിങ്ങൾ ഉദ്ദേശിച്ച വ്യക്തി നിങ്ങളെ തേടി വരികയാണെങ്കിൽ പകുതി വെച്ച് ഈ കർമ്മം നടത്തരുത്. ഇതുപോലത്തെ തീർച്ചയായും 100% ഫലം കിട്ടുന്ന കർമ്മമാണ്. ഇതുപോലത്തെ ജ്യോതിഷ അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി, നമസ്കാരം.